വളാഞ്ചേരിയിലെ നഗരസഭാ വികസനത്തിന്റെ ഭാഗമായി കോഴിക്കോട് റോഡിലെ കാർ ടാക്സി സ്റ്റാൻഡ് ഒഴിവാക്കപ്പെടും എന്ന ഭീതിയിൽ ടാക്സി തൊഴിലാളികൾ. നഗരസഭ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം. നഗരവികസനത്തിന്റെ ഭാഗമായി ഇരുവശത്തും നടപാത വരുന്നതോടെ വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന കാർ ടാക്സി സ്റ്റാൻഡ് നിലനിൽപ്പിന്റെ ഭീഷണിയിലാണ്. കോഴിക്കോട് റോഡിലേക്ക് ഗതാഗത കുരുക്ക് ഒഴിവാക്കിയതോടെ നഗരത്തിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് പ്രതീക്ഷയിൽ ആയിരുന്നു. എന്നാൽ ടാക്സി തൊഴിലാളികളുടെ ഉപജീവനം വഴിമുട്ടുന്ന രീതിയിലുള്ള പരിഷ്കരണങ്ങൾക്ക് നഗരസഭ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം. പ്രതിനിധി എന്നുള്ള എനിക്ക് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിനോടും പോലീസ് ഓഫീസറിനോടും മുനിസിപ്പാലിറ്റി ചെയർമാനോടും മറ്റ് കൗൺസിൽ അംഗങ്ങളോടും ഞങ്ങളൊരു ദയനീയ അവസ്ഥ ഞങ്ങൾക്ക് പറയാനുള്ളത്, കാലാകാലങ്ങളായി ഞങ്ങൾ വളാഞ്ചേരി അങ്ങാടിയിൽ ഓട്ടോറിക്ഷ പഴയ കാലത്ത് ഇല്ലാത്ത കാലത്തും ജീപ്പും കാറും മറ്റുള്ള വാഹനങ്ങളും നമ്മളെ ടൗണിലൊരു അലങ്കാരമായി പഴയ കാലത്ത് നടന്നു പോന്നിരുന്ന ആ കാലം മാറിക്കഴിഞ്ഞു. ഇനിയുള്ളത് ഞങ്ങൾക്ക് ആകെ ഇവിടെ വളാഞ്ചേരി മോട്ടോർ തൊഴിലാളിയുടെ ഒരു 10 കാറാണ് ഉള്ളത്. ഓട്ടോറിക്ഷകളൊക്കെ അതേ സ്ഥാനത്ത് നിർത്തുന്നത് അതേമാതിരി പോട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ കവിതയുടെ ഇവിടെ ഒരു 5-6 വണ്ടി ഞങ്ങളിവിടെ നിർത്തുന്നുണ്ട്. പട്ടാമ്പി റോഡിൽ 4 വണ്ടി നിർത്തുന്നുണ്ട്. ഈ കവിതരെ അവിടെ നിർത്തുന്ന വണ്ടികൾ ഞങ്ങൾക്ക് അവിടെ തന്നെ നിർത്താൻ അധികാരികൾ സൗകര്യം ചെയ്തു തരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതല്ല ഞങ്ങൾക്ക് കഴിയുന്നത്, കാരണം ഈ സ്റ്റാൻഡിന്റെ ഒക്കെ അവിടുത്തെ ആകുമ്പോൾ ഞങ്ങള് ഈ പാവപ്പെട്ട ഡ്രൈവർമാരെ കുടുംബം പോറ്റാനതിനാണ് രാവിലെ വന്ന് ഈ വൈകുന്നേരം വരെ ഈ സ്റ്റാൻഡിൽ കിടന്ന് എപ്പോഴെങ്കിലും ഒരു ഓട്ടം കിട്ടിയിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് അത് ഇവിടെ തന്നെ ഞങ്ങൾക്ക് നിലനിർത്തി തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും നന്നായിരുന്നു. കാരണം ഇപ്പൊ ടാക്സി ടൂറിസ്റ്റ് കാറുകളൊക്കെ വലിയ സ്റ്റാൻഡിലും ഇതിലോടൊക്കെ വിളിച്ചു പോകാറുള്ളത്.